ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിന്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത് 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപന്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിലാണ് നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പം ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രന്റെ കൂടെ. അപ്പം ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപന്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ളത് നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇത് ഉണ്ടാവും. കാരണം ചന്ദ്രന്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദശയിൽ ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാകും എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെന്റ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെന്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചേർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്ത് തന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. പൂര നക്ഷത്രക്കാർക്ക്, അതായത് 2024 വിഷുഫലം 1199 മീനമാസത്തിൽ നിന്നും, മീനമാസം 31-ാം തീയതിക്ക് നിന്നും മേടരവി സംക്രമണം നടക്കുന്ന സമയത്ത് ആ ഫലത്തിൽ വരുന്ന പൂര നക്ഷത്രക്കാർക്ക് പൊതുവെ നോക്കുകയാണെങ്കിൽ, അതായത് വിഷു ഫലത്തിൽ വരുന്ന ദിവസമായി നോക്കുന്ന സമയത്ത് ഗുണാനുഭവങ്ങളാണ് കാണുന്നത്. എന്തൊക്കെയാണ് ഗുണാനുഭവങ്ങൾ എന്ന് ചോദിച്ചു പറഞ്ഞാൽ, ഉദ്ദിഷ്ട സാധ്യത, നമ്മൾ കാര്യസാധ്യത വെച്ച് പറഞ്ഞാൽ ചിരകാലപരമായി അത് പലതുമാവാം. അതായത് ഭവനയോഗമാകാം, ഭൂമി ലാഭം, ഭൂമി സംബന്ധമായിട്ട് ഒരു ഭൂമി വാങ്ങിക്കുകയാകാം, ഒരു വാഹനം വാങ്ങിക്കുകയാകാം, ഒരു വിദേശ യാത്ര കൊണ്ട് സഫലമായിട്ട് കാര്യങ്ങൾ സാധ്യത വരുവാനുള്ള സാധ്യതയാവാം, വിദേശ യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാവാം, പുതിയ ബിസിനസ്സുകൾ, കുറേ ചിരകാലമായി പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാനുള്ള സാധ്യതകളാവാം. അതുപോലെ തന്നെ വിദേശത്ത് പോയി ജോലി സാധ്യതകൾ തയ്യാറെടുക്കാനുള്ള സാധ്യതയാവാം. അതുപോലെ തന്നെ വിദേശ രാജ്യത്തിൽ നിന്നും വേറൊരു വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരുവാനുള്ള സാധ്യതകളാവാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭവനയോഗം, വാഹനയോഗം, അതുപോലെ തന്നെ വസ്ത്രലാഭം, ആഭരണ ലാഭം, അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുവാനും ആ പ്രവർത്തന പരിചയം കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കുവാനും ആ മേഖലകളിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിൽ ഈ നക്ഷത്രത്തിലുള്ളവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനും ഉള്ളതുണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളാണ് കാണുന്നത്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടും റെയിൽവേ സംബന്ധമായിട്ടും പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ തന്നെ കാണുന്നത്. അതിൽ ഗുണാനുഭവങ്ങളുണ്ടാവും. വിദേശ യാത്രയ്ക്കായി തയ്യാറെടുത്ത് നിൽക്കുന്നവർ, അതായത് വിസയ്ക്ക് പൈസയെല്ലാം കൊടുത്ത്, പണമെല്ലാം കൊടുത്ത് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ വിസ കൈവരിക്കാൻ വരുവാൻ അല്ലെങ്കിൽ പേപ്പർ വർക്കുകൾ കൈവരിക്കാൻ പറ്റാതെ വരുന്ന അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇരിക്കുന്നവർക്കെല്ലാം അത് നിവൃത്തിയാവും എന്നുള്ളതാണ് ഈ വിഷുഫലത്തിൽ പറഞ്ഞു വരുന്നത്. നിവൃത്തിയാവുന്ന വെച്ച് പറഞ്ഞാൽ അത് സാധിച്ചെടുക്കും, അല്ലെങ്കിൽ കാര്യസാധ്യത ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാൽ മനസ്സിന് സന്തോഷം, അഭിപ്രായം വരുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ ഭവനത്തിൽ നടക്കുവാനുള്ള യോഗം, സന്താന ഭാഗ്യം വരുവാനുള്ള യോഗം എന്നിവയും ഈ ഫലത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദൂരദേശ യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ വരിക, അതുപോലെ ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സഫലമാവുക, ഗവൺമെൻറ് ജോലിയിൽ തന്നെ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനുകൾ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് കുറേ കാലമായി പ്രമോഷൻ കിട്ടുവാനുള്ളത് കിട്ടാതിരിക്കുന്നവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യത, അതുപോലെ സാഹിത്യ മേഖലയിലും കലാമേഖലയിലും കായിക മേഖലയിലും പ്രവർത്തിക്കുന്നവർ അവരവർക്ക് അർഹപ്പെട്ട സാധ്യത, സ്ഥാനമാന പദവികൾ കിട്ടുവാനുള്ള സാധ്യത, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവരവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തുവാനുള്ള സാധ്യത, ഏത് മേഖലയിലാണെങ്കിലും, സംവിധാന മേഖലയിലാണെങ്കിലും സംഗീത മേഖലയിലാണെങ്കിലും ക്യാമറ മേഖലയിലാണെങ്കിലും തിരക്കഥാ മേഖല, അങ്ങനെ ഏത് മേഖലയിലാണോ അവർ ഊന്നി നിൽക്കുന്നത് ആ ഊന്നൽ സഫലീകരിക്കുവാനുള്ള സാധ്യത ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, പൂരനക്ഷത്രക്കാർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനും ചെറുകിട സ്ഥാനത്ത് നിന്നും വൻകിട സ്ഥാനത്തേക്ക് മാറി സ്ഥാനമാന പദവികൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷുഫലത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ അലോപ്പതി മേഖലയിലും ആയുർവേദ മേഖലയിലും ഉഗ്രപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയും, അതിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സുമാർ, നഴ്സുമാർ, ഫാർമസ്യൂട്ടിക്കൽമാർ, മെഡിസിൻ ഗവേഷണം നടത്തുന്നവർ, ശാസ്ത്ര മേഖലയിൽ ഗവേഷണം നടത്തുന്നവർ, സയൻസിഫിക്സ് ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടും ഇലക്ട്രിക് സംബന്ധമായിട്ടും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങളുണ്ട്. മൊബൈൽ സംബന്ധമായിട്ടുള്ള, ലാപ്ടോപ്പ് സംബന്ധമായിട്ടുള്ള, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള ബിസിനസ് നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ഷോപ്പുകൾ നടത്തുന്നവർക്കെല്ലാം കച്ചവട സാധ്യത കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ ഗുണദോഷ മിശ്ര ഫലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഉള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. വിദേശ രാജ്യം കറങ്ങുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ വിഷുഫലത്തിൽ തന്നെ. അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ
വർക്ക് ചെയ്യുന്നവർക്കും സേനാധിപത്യം ജവാന്മാർ പട്ടാളത്തിലിരിക്കുന്നവർക്ക് മിലിറ്ററി സംബന്ധമായിട്ട് നാവികസേന, കരസേന, അങ്ങനെ വ്യോമസേന, അതുപോലെ എയർ സംബന്ധമായിട്ടുള്ള പൈലറ്റ് സംബന്ധമായിട്ടുള്ള വിമാന സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവർക്കും അതിനോടനുബന്ധിച്ച് എയർപോർട്ട് സംബന്ധമായിട്ടുള്ളതനുബന്ധിച്ച് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളും ആ ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുകൂലപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇവരുടെ ആയവ്യയം എന്ന് നോക്കുന്ന സമയത്ത് ആയവ്യയം എന്ന് വെച്ച് പറഞ്ഞാൽ വരവ് ചെലവ് നോക്കുന്ന സമയത്ത് ഈക്വലായിട്ടാണ് കാണുന്നത്. അതായത് വരവ് 11 ചെലവ് 11 കാണുന്നത്. അപ്പോൾ 11 22 രൂപയാണ്, 22 കണക്ക്. അപ്പോൾ 22-ന് നമ്മൾ 22 രൂപ മുൻപാണ്ടാരത്തിലും 22 രൂപ പിൻപാണ്ടാരത്തിലും കൈക്കൊമ്പിളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാണ്ഡാരത്തിൽ നിക്ഷേപിച്ച് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭാണ്ഡാരത്തിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ ആയവ്യയ വ്യത്യാസത്തിൽ വരവും ചെലവും ഒരുമിച്ചാണ്. മിച്ചമില്ല എന്ന് പറയുന്നത്. ആ മിച്ചം വരുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ഗുണാനുഭവങ്ങൾ, അതായത് ആ ദോഷമായി കുറച്ചെങ്കിലും മിച്ചം വരുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതായത് വിഷുപരത്തിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ ഇതാണ്, അതിനുള്ള പരിഹാര മാർഗമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമസ്കാരം.